കണ്ടില്ലേ നിങ്ങള്? എന്താ അല്ലേ കോലം കെട്ടലും ആടലൊക്കെ. ആടിക്കോട്ടെ കോലം കെട്ടിക്കോട്ടെ, കെട്ടുന്നവരേറ്റ് കെട്ടുമ്പോൾ നമുക്കത് ആ ഒരു സന്തോഷങ്ങൾ നമുക്ക് പറയാം. ഇത് ഏത് ജാതി, എങ്ങനത്തോന്, എവിടത്തോന്, ഏതാണ്, എന്താണ് ഒന്നും ഒരു പിടുത്തമില്ല. ഫോട്ടോ ഇതിന് വീഡിയോ എടുക്കുന്നത് ഒന്നല്ലെങ്കിൽ മകൻ അല്ലെങ്കിൽ അമ്മ. ഏഹ് ഇത് കഷ്ടപ്പെട്ടിട്ട് എന്തുണ്ടാക്കാനാന്നറിയോ? ഇനി ഒരു ലക്ഷ്യമുള്ളൂ, എന്ത്? ഹജ്ജിന് ഉമ്മാനും ഉപ്പാനും പറഞ്ഞയക്കാം. ഉമ്മക്കും ഉപ്പക്കാണെങ്കിൽ ഏത് ചളിയില് മൂളാക്കിയാലും എന്താക്കിയാലും ഒരു കുഴപ്പമില്ല. അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കാൻ മതി. ഏഹ് ആ പൈസ ഇട്ട് ഹജ്ജ് ചെയ്താല് നമ്മളെ പാവങ്ങളൊക്കെ കണ്ട് പൊറുക്കുകയും ചെയ്യും. ഏഹ് ഉളുപ്പുണ്ടാ? രണ്ട് മൂന്ന് മതത്തിനെ കൂട്ടുപിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിപ്പിച്ചിട്ട് ആ പിന്നെന്താ പറയാ, ആ രീതിക്കനുസരിച്ചിട്ട് ഇങ്ങനെയൊക്കെ ആടി തിമിർത്തിട്ട് ഇത് സ്വന്തം ഭർത്താവാണെങ്കിൽ വേണ്ടിയില്ല, സഹോദരനാണ്. ഏത് സഹോദരന്? പറച്ചില് ആങ്ങള പറയും, കൂട്ടുകാരൻ പറയും, ഫ്രണ്ട് എന്ന് പറയും. ഇതൊക്കെ ഫ്രണ്ടായിട്ട് കാണാൻ പറ്റും നമുക്ക്? അത് പബ്ലിക്കിന്റെ മുന്നിലാണ്ട് കൊടുന്നിടും. എന്തൊക്കെയോ ഇതിന് തോന്നുകയാണ്. കുറച്ച് കയ്യിൽ പൈസ വരുമ്പോ പിന്നെ തോന്നുന്നത് എന്തൊക്കെയാണെന്ന് അറിയില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത് വീഡിയോ എടുക്കുന്നത് പുറത്തൊന്നും വീഡിയോഗ്രാഫർ അല്ല, മകൻ അല്ലെങ്കിൽ അമ്മ. ഏഹ് ഇത് വീട്ടിൽ വെച്ചിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. അപ്പൊ എന്തെങ്കിലുമൊക്കെ എന്റെ മോള് കാട്ടിക്കോ, എന്തെങ്കിലുമൊക്കെ ചെയ്തോ. കൃഷ്ണന്റെ പടാണോ, യേശുക്രിസ്തുവിന്റെ പടാണോ, ആരെ പടം? ഇതിപ്പോ വേറൊരു കഥ ഉണ്ട്. ഇതിൽ ഇവരെ ഇങ്ങനെയൊക്കെ ഉള്ളവരുടെ പടമായിട്ട് വരക്കാൻ പറ്റുള്ളൂ. നബിന്റെ പടം ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് ഇവര് വരക്കാത്ത കേട്ടാ. അങ്ങനെ എന്തെങ്കിലും എവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും വരച്ചിട്ട് ഇവിടെ നടന്നേനെ. ഇല്ലെങ്കിൽ ഇവിടെ ഭാവനയിലെങ്കിലും എടുത്തിട്ട് നടന്നേനെ. അത് നടക്കൂല എന്നുള്ള അറിയണോണ്ടാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കൂടാണ് ഇവള് പൈസ ഉണ്ടാക്കുന്നത്. പൈസ എന്നൊരു സംഭവം മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ, വേറെ ഒരു കാര്യമില്ല. മാനോ അഭിമാനോ ഒരു സംഭവം, ഒരു ഉളുപ്പോ ഒന്നുമില്ല. വിളിച്ച് പറയാനും കുഴപ്പമില്ല. ആര് എന്ത് അതിന് പകരമായിട്ട് വിളിച്ച് തെറി പറയാനും വിളിക്കും പറ്റും. നല്ല രീതിയിൽ മറ്റുള്ളവരോട് അലക്കി വിടാനും ഇവിടെ നാവിന് നല്ല വഴുവഴുപ്പാണ്. അതെന്താ വെച്ചാൽ അങ്ങനെ ഹറാമായ വിത്തുകൾ തിന്ന് സാധനങ്ങൾ തിന്ന് കൂട്ടുകയാണ്. പിന്നെ തള്ളക്കും നിന്നക്കും പറഞ്ഞാല് ഒരു ഉള്ളുപ്പ് എന്ന് പറഞ്ഞാൽ അടുത്ത് കൂടെ പോരില്ല. അതുകൊണ്ടല്ലേ അവര് ഈ മൊത്തം ഒരു വലിയൊരു പെണ്ണിനെ കൊണ്ട് ഇങ്ങനെ അന്യ പുരുഷനെ നിർത്തിയിട്ട് ആടിപ്പിച്ചിട്ട് വീഡിയോ ആക്കിയിട്ട് അത് സെൻഡ് ചെയ്യിപ്പിക്കുന്നത്. എന്താ? അതിൽ കൂടെ ആൾക്കാർ കയറട്ടെ കയറട്ടെ, കാണട്ടെ, എല്ലാരും കാണട്ടെ, നമുക്ക് പൈസ മതി. ഇപ്പൊ അത് അവനല്ലെങ്കിൽ വേറെ ആളെടുത്താലും വേണ്ടില്ല, ആക്കിയാലും വേണ്ട. പേര് പറയുന്നത് എന്താണ്? ജസ്ന സലീം. ഈ സലീം എന്ന് പറഞ്ഞത് ആരാ? ഭർത്താവ്. ഭർത്താവ് എവിടെയാണ്? ഇന്ന് വരെ ഒരു മനുഷ്യനും കണ്ടിട്ടില്ല. അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്നാണ്. ഗൾഫില് വിസ അടിക്കാത്ത ഭർത്താവായിട്ട് ഇങ്ങനെ മരണാന്തരം വരെ അങ്ങനെ കെടുക്കുകയാണെന്നുള്ളതും പറയാൻ പറ്റൂല. അതായത് അറിയപ്പെടാത്ത ഒരു പേരിന്റെ ഉടമയായിട്ട് അങ്ങനെ കാണാതെ, അഗാധത്തിൽ കാണാതെ പോണ ഒരു മായാവിയെ പോലെ ഒരു പേരും ഇട്ടിട്ട് നടക്കുകയാണ്. എന്നിട്ടിത് കറങ്ങാനും കളിക്കാനും ഇതാക്കാനും ഒക്കെ ഒരുത്തൻ ഇട്ടും കൊടുത്തിരുന്നു. അവനേറ്റ് പൂതിയൊക്കെ തീർക്കുക, പേരിന് സലീം എന്ന് പറഞ്ഞൊരു പേരും ഇടുക. എന്നിട്ട് ആ മതത്തിലെ പിന്നെ ഫോട്ടോസും വരച്ചിട്ട് അവിടുന്ന് ആട്ടി പുറത്താക്കിയപ്പം വേറെ ലെവലിലാക്കി. ഇപ്പൊ സ്വന്തം തന്നെ ഇത് ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാലും വേണ്ടില്ല, എന്തായാലും വേണ്ടില്ല, കഷ്ടപ്പെട്ട് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഒരു വീടുണ്ടാക്കി കൊടുത്തത് അമ്മക്കും അച്ഛനും. എന്ത്? ഈ കൃഷ്ണന്റെ പടം വരച്ചിട്ട്. ഇനിയും കൃഷ്ണന്റെ പടം വരച്ചിട്ട് വേണം അമ്മനെയും അച്ഛനെയും ഹജ്ജിന് പറഞ്ഞേക്കാൻ. അപ്പൊ അത്രക്ക് ഒരു മാതാപിതാക്കളോട് ഒരു അറ്റാച്ച്മെന്റും പിന്നെ അങ്ങനെയുള്ള ഒരു അനുഗ്രഹ കലാകാരിയാണ് ജസ്ന. അമ്മക്കും അച്ഛനക്കാണെങ്കിൽ അത്രയും പ്രിയപ്പെട്ടവളാണ് മകൾ. എന്ത് തന്നെ കാട്ടിയാലും മകളെ സന്തോഷത്തിന്, മകൾക്ക് അങ്ങനെയൊക്കെ ആരായിട്ട് ആടണം, ആടിക്കോ മോളെ, പാടിക്കോ, എന്ത് ചെയ്തോ, എന്റെ സന്തോഷത്തിന് ഞങ്ങൾ എതിരില്ല മക്കളെ. എന്തായാലും അമ്മ കച്ചക്കും പൈസ തന്നാൽ മതി, നമ്മളെ പെരപ്പണി നടക്കുക, അതുപോലെ നമ്മളെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുക, പണം കിട്ടിയാൽ മതി, ഈ എന്തെന്നെ കാട്ടിക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമ്മയും അച്ഛൻ. അല്ല, ഞാൻ ചോദിക്കണം, ഈ പൈസക്ക് പോയാലെല്ലാം ഹലാലാവോ? ഹജ്ജ് ഉംറയൊക്കെ ചെയ്യാൻ പറ്റുമോ? എല്ലാം പോയിട്ട് ഇപ്പോ ഈ പേര് പറയുന്നുണ്ടല്ലോ, ഇതൊക്കെ പറയാന് ഇതാവോ? ഹലാലാവോ? ഭക്ഷണം ഹലാലാവോ? മുസ്ലിമിന് പേരും പറഞ്ഞിട്ട് നിൽക്കുന്നതിന് ഹലാലാവോ? ജോലിയൊക്കെ തന്നെയാണ് സംഭവം. ശരിയാണ്, നമുക്ക് ഇതല്ലാത്ത വേറെ ജോലികളൊക്കെ ചെയ്യാനേ പറ്റൂലേ. എന്തിനീ മതങ്ങൾ തമ്മിൽ അടിപിടിപ്പിച്ചിട്ട് അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ട് അവരെ മതത്തിന്റെ ഉള്ളിൽ പോയിട്ട് ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട, ഇഷ്യൂ ഉണ്ടാക്കേണ്ട ആവശ്യം? ഇനി അതെല്ലാം പോട്ടെ, മതൊക്കെ വിടുക. ഇത് നോക്കാം, ഇത് ഭർത്താവല്ലാത്ത ഒരു പയ്യന്റെ കൂടെ അല്ലേ ഈ ആടിപ്പാടിയിട്ട് ഇങ്ങനെ കാണിക്കുന്നത്. സാജിദ സാജി ഒരു ചെറിയൊരു വീഡിയോ പയ്യനും വെച്ചിട്ട് ഇട്ട്. അത് കണ്ടപ്പോ എല്ലാരും ഇതുപോലെ നെഗറ്റീവ് കമന്റുകൾ ഇട്ട് ആകെ ആണ്ടിതാക്കി. ഇതേപോലെ തന്നെ ഇവള് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല, കണ്ണി കണ്ട ആണുങ്ങളൊപ്പൊക്കെ ആടിക്കൊണ്ടിരിക്കുന്നു.
അപ്പൊ മറ്റുള്ളവരെന്ന് പറയുമ്പോൾ നമുക്ക് ആ സ്കിറ്റിലോ അല്ലെങ്കിൽ പിന്നെ ആൽബത്തിലോ അങ്ങനെ ഒരു സംഭവം റീൽസിന് മാത്രമായിട്ടോ അങ്ങനെ വന്നാണ് നിൽക്കുക. അങ്ങനെ പറഞ്ഞിട്ട് അത് ക്യാഷ് കൊടുത്തിട്ട് ചിലപ്പം അവരൊപ്പം അഭിനയിച്ചതായിരിക്കാം. ഇത് അതല്ലല്ലോ. ഇത് എവിടെ പോകുന്നുണ്ടെങ്കിലും കൂടെ ഈ സാധനം ഉണ്ടാവും. എന്നിട്ട് പിന്നെ ലൈവ് ഇടുമ്പോഴാണെങ്കിൽ മറ്റുള്ളവരെ തെറി പറയാനും ഭയങ്കര ഇതാക്കാനും ഒക്കെ അതും അതിന്റെ ഒപ്പം ഉണ്ടാവും. എന്നാ പിന്നെ പറച്ചിലോ ഭർത്താവോ എല്ലാം തന്നെ. എന്നാ ഭർത്താവിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാനും ഈ സാധനം ഒപ്പം ഉണ്ടാവും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുകയാണ്. ഇപ്പൊ ഇത് ആരിട്ടിട്ട് പൊട്ടന്മാരാക്കുകയാണ്? ആരാണ് ഇതിപ്പോ ഇങ്ങനെ മന്ദബുദ്ധികളാക്കുന്നത്? അല്ല, കണ്ണടച്ചിട്ട് പാല് കുടിക്കുമ്പോ ആ പൂച്ചക്ക് മാത്രല്ലേ കാണാതിരിക്കുള്ളൂ, പുറത്തുള്ളവർക്കൊക്കെ കാണാൻ പറ്റൂലേ ഇത് പാല് കുടിക്കുന്നുണ്ട് പൂച്ച എന്നുള്ളത്. അപ്പൊ എന്ത് വിഡ്ഢിത്തരാണ് ഇതൊക്കെ. ഇതിനൊക്കെ പറയാനും പ്രവർത്തിക്കാനും മഹല്ലേര് പോലും ഇടപെടുന്നില്ല എന്നുള്ളത് ആലോചിക്കുമ്പോഴാണ് ഭയങ്കര നമുക്ക് സങ്കടം വരുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ എന്തെങ്കിലും ഒരു സംഭവം എന്തിനു പറയണേ, കൂടുതൽ മദ്രസയിലെ കുട്ടികൾ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ ഡാൻസ് തന്നെ പെൺകുട്ടികൾ, കുറച്ച് വലിയ പെൺകുട്ടികൾ എന്തെങ്കിലും പരിപാടിക്ക് നിന്നിട്ട് തന്നെ മദ്രസയിൽ നിന്ന് അങ്ങോട്ടാക്കും ഇങ്ങോട്ടാക്കും ടി സി തരും പോകണം അങ്ങനെ എന്ന് പറയുന്ന മഹലൊക്കെ നമ്മളെ ആ ഭാഗത്തുണ്ട്. അപ്പൊ അത്രയൊന്നും ചെയ്തില്ലെങ്കിൽ പോലും ഇത്രയും വലിയ ഒരു സംഭവം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ ഇടപെടുക, അതിന് മഹലിൽ നിന്ന് ഒഴിവാക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നടപടി സ്വീകരിക്കുക, ഇതൊന്നും ചെയ്യാൻ ആരുമില്ല. ഇപ്പൊ ആണെങ്കിൽ സൗകര്യത്തിന് ആൾക്കാർ എന്തെല്ലാം പറഞ്ഞപ്പോ ഭയങ്കര സൗകര്യം വന്നിട്ട് പറഞ്ഞ് തട്ട ഉപേക്ഷിച്ചു. ആ തട്ട ഉപേക്ഷിച്ചതിനാല് പിന്നെ ഞമ്മക്ക് ആകെ സങ്കടം വന്ന്. അപ്പൊ അതിന്റെ ശേഷം പിന്നെ അയിഞ്ഞാട്ടം ഓവറായി. തട്ട ഉപേക്ഷിച്ച് ആ ഒരു മതം ഇല്ല എന്നാണ് ഇപ്പൊ പറയണത്. ഒരു മതം ഇല്ലാത്തതുകൊണ്ട് എല്ലാ മതത്തിലും കിടന്നിട്ട് എങ്ങനെ വളരാന്നുള്ള ഒരു ടൈപ്പ് അല്ലാത്തൊരു സംഭവം തന്നെ. ഒന്നുമില്ലെങ്കിൽ കണ്ണിന്റെ മുന്നിൽ ഒരു ആൺകുട്ടി വളർന്നു വരുന്നില്ലേ, ആ നാളെ ഈ കുട്ടിക്ക് മദ്രസ പകുതി പഠിച്ച് അതാണ് ഒഴിവാക്കി, ഉസ്താദ് ഒന്ന് പറഞ്ഞേക്ക് അത് അവൾക്കാണ് കേറിപ്പോയി. ആരും പറയാൻ പാടില്ല, ഞങ്ങൾ ചെയ്യുള്ളൂ. അപ്പൊ ഈ കുട്ടിക്ക് ഇനി നാളെ ഒരു ജീവിതം ഉണ്ടാവുമ്പോ എങ്ങനെ ഏത് രീതിയിലാണ് അത് കുട്ടികൾ കാണുക? കുട്ടികൾക്ക് ഒരു ജീവിതം വരുമ്പോ എങ്ങനെ വരും, ഏത് രീതിയിൽ വരും, അതൊക്കെ ചിന്തിച്ച് നോക്കിയിട്ടുണ്ട്. നാളെ നമ്മളൊരു ബുദ്ധിമുട്ട്, നമുക്കൊരു സൂക്കേട് ഒക്കെ ആയിട്ട് പ്രയാസത്തിലായിട്ട് നമ്മളൊരു കിടക്കപ്പായിൽ കിടക്കുക, അല്ലെങ്കിൽ എന്നും ആരോഗ്യം ഒരുപോലെ ഇരിക്കില്ലല്ലോ. ആ സമയത്ത് ആരോഗ്യമുള്ള ഈ മക്കള് നമ്മളോട് ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള കഥകളൊക്കെ ഇങ്ങോട്ട് പറയുമ്പോൾ അല്ലെങ്കിൽ അതിനനുസരിച്ച് റിയാക്ട് ചെയ്യുമ്പോൾ എങ്ങനെ നമ്മൾ പ്രതികരിക്കാം? അപ്പൊ അതിനുള്ള സാഹചര്യം നമ്മളിപ്പോ ഒരുക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇത് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മളതായിട്ടുള്ള നമ്മളെ ഒരു ചാനൽ ഉണ്ടെങ്കിൽ ആ ചാനലിൽ നമുക്ക് നാളെ ചൂണ്ടിക്കാണിക്കാൻ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനും നല്ലൊരു മെസ്സേജോ അല്ലെങ്കിൽ നല്ലൊരു കണ്ടന്റോ ഇവിടെ കിടക്കുന്നുണ്ടെങ്കിൽ നാളെ ഏത് കാലത്ത് നമ്മളെ മക്കൾക്ക് പോലും എടുത്ത് കാണാൻ പറ്റുന്ന ഒരു സംഭവം ആവൂലേ? ഇത് ആടിപ്പാടലും കൊഴിഞ്ഞാടലും ഒക്കെ എന്ത് കാര്യത്തിനാണ്? എന്താണ് വേറെ ഉള്ളത് അതിൽ കാണിക്കാനുള്ളത്? അപ്പൊ എന്തായാലും നിങ്ങളുടെ മറുപടി കമന്റ് ആയിട്ട് പോട്ടെ. അപ്പൊ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ വേറെ വീഡിയോസുമായി വരാം. അതുവരെയൊക്കെ